എവിടെയാണ് ഇത് പ്രോബ്ലംസ് വരുന്നത് എന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമുക്കിത് എങ്ങനെ ക്ലിയർ ആക്കി എടുക്കാം എന്നുള്ളതാണ്. സാധാരണ 80% ആളുകൾക്കും ഈ ഒരു മൂക്കിന് ബെൻഡ് ഉണ്ടാവുന്ന കണ്ടീഷൻ നോർമലാണ്. അപ്പോൾ അത് എല്ലാ ആളുകളും 80% ആളുകൾക്കും ഉണ്ട് വിചാരിച്ചിട്ട് എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാവണം എന്നില്ല. പ്രയാസം ഉള്ളവർ മാത്രം അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ബെൻഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കാം. അതായത് ബെൻഡ് ഉള്ളൊരു പേഷ്യൻ്റ് ഉണ്ട്, എപ്പോഴും സൈനോസൈറ്റിസിന് അവർക്ക് ഈ ഹോൾസും ക്ലോസ് ആയതിൻ്റെ പേരിൽ എപ്പോഴും സൈനോസൈറ്റിസ് വരികയാണെങ്കിൽ അവർക്ക് മേ ബി നമുക്കൊരു സർജറി പോലെ എന്തെങ്കിലും ആവശ്യമായിരിക്കാം. ബട്ട് അല്ലാത്ത കേസിലൊന്നും നമുക്ക് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു അലർജി ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ജലദോഷം വരിക, റിക്കറൻ്റ് ആയിട്ട് ജലദോഷം വരുന്നുണ്ട്, ബട്ട് ഈ ഹിസ്റ്ററി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ടൊരു സർജറി ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല. സാധാരണ അവർക്ക് എപ്പോഴും റിക്കറൻ്റ് ആണെങ്കിൽ അവർക്ക് IG കൂടുതലുണ്ടോ അല്ലെങ്കിൽ അതിനായിട്ടുള്ള മെഡിസിൻസോ കൂടുതലുണ്ടെങ്കിൽ അതിനായിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ആ വഴിയിലൊക്കെ പോയാൽ മതി.